വീണ്ടും സ്വാഗതം. ഒരിടവേള കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ന്യൂസ് മോർണിംഗ് നേരെ പോകുന്നത് വയനാട് ചുരത്തിലേക്കാണ്. വയനാട് ചുരത്തിൽ കഴിഞ്ഞ ദിവസം മണ്ണിടിച്ചിലുണ്ടായി എന്നുള്ളത് നമ്മൾ ആശങ്കയോടെ കേട്ട വാർത്തയാണ്. പ്രത്യേകിച്ചും റോഡ് ഗതാഗതം തടസ്സപ്പെടുന്നത് മാത്രമല്ല, ഇപ്പോൾ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്ന സമയത്താണ് മണ്ണിടിച്ചിലുണ്ടാകുന്നതെങ്കിൽ അത് ഉണ്ടാക്കുന്ന ഒരു ഭയം ചെറുതല്ല. അപ്പോൾ ആ മണ്ണിടിച്ചിൽ സംഭവിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ എന്താണ് ഏറ്റവും ഒടുവിലത്തെ അവസ്ഥ ചുരത്തിൽ എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗത തടസ്സമുണ്ടായ താമരശ്ശേരി ചുരത്തിൽ ഗതാഗതം സാധാരണ നിലയിലായിട്ടുണ്ട്. ബസ്സുകളും ചരക്ക് വാഹനങ്ങളും സർവീസ് നടത്തുന്നുണ്ട്. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് രാവിലെ വിദഗ്ധ പരിശോധന നടത്തും. ഫൈസൽ നെടുമ്പാലയാണ് ചുരത്തിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകുന്നത്. ഫൈസൽ, എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി? മണ്ണിപ്പോൾ പൂർണ്ണമായി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്, ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുമുണ്ട്. പക്ഷേ ആ മണ്ണിടിച്ച ഭാഗത്ത് കാര്യമായ ഒരു പരിശോധന ആവശ്യമുണ്ട്. കാരണം ഇനിയും അവിടെ മണ്ണിടിയാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ ഇടിഞ്ഞാൽ അത് വലിയ ഒരു ആശങ്ക അവിടെ നിലനിൽക്കുന്ന ഒരു സംഗതി കൂടിയാണ്. അപ്പോൾ ആ പരിശോധനയ്ക്ക് എത്തുന്നവർ ആരൊക്കെയാണ്? എപ്പോഴായിരിക്കും പരിശോധന ആരംഭിക്കുക? ഫൈസു, കേൾക്കാമോ? താമരശ്ശേരി ചുരത്തിൽ കഴിഞ്ഞ ദിവസമാണ് മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗത തടസ്സമുണ്ടായത്. മണിക്കൂറുകളോളം വാഹനങ്ങളുടെ നീണ്ട ക്യൂ അനുഭവപ്പെടുകയും യാത്രക്കാർക്കത് വലിയ പ്രയാസം സൃഷ്ടിക്കുകയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കടക്കം കൊണ്ടുപോയി രോഗികളടക്കം ബുദ്ധിമുട്ടാവുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. അല്പസമയം മുമ്പ് തടസ്സം പൂർണ്ണമായും മണ്ണ് പൂർണ്ണമായും നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ഭാഗങ്ങളിൽ ഇപ്പോഴും മണ്ണിടിയുമോ എന്ന ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഫൈസൽ നെടുമ്പാല വിശദാംശങ്ങൾ നൽകാനുണ്ട്. ഫൈസൽ, ആ മണ്ണ് പൂർണ്ണമായും മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസകരമാണ്. പക്ഷേ ആ പ്രദേശത്ത് ഇനി മണ്ണിടിയാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അവിടെ ഒരു പരിശോധന ആവശ്യമാണ്. ഇന്നിപ്പോൾ ആ പരിശോധന തുടങ്ങുമെന്ന് അറിയുന്നു. ആരാണ് പരിശോധിക്കാൻ എത്തുന്നത്? എങ്ങനെയായിരിക്കും ആ പരിശോധന നടക്കുക? ഇന്നലെ തന്നെ ഈ പരിശോധനയുടെ ഭാഗികമായി പൂർത്തീകരിച്ചതാണ്. ഡ്രോൺ ഉൾപ്പെടെയുള്ള സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ആദ്യം പരിശോധന നടത്തുകയും പിന്നീട് ജിയോളജിക്കൽ വകുപ്പിന്റെയും മണ്ണ് സംരക്ഷണ വകുപ്പിന്റെയും ഫയർഫോഴ്സിന്റെയും വനംവകുപ്പിന്റെയും എല്ലാം ഉദ്യോഗസ്ഥർ സംയുക്തമായി ചേർന്നുകൊണ്ട് ഒരു പരിശോധന നടത്തിയിട്ടുണ്ട്. അത് ഈ 80 മീറ്ററോളം ഉയരത്തിൽ നിന്നാണ് ഈ പാറക്കല്ലുകളും മരക്കഷ്ണങ്ങളും ഒക്കെ തന്നെ വന്നത്. അതുകൊണ്ട് തന്നെ ഈ മണ്ണ് ഇടിഞ്ഞതിന് മുകൾ ഭാഗത്ത് ഉദ്യോഗസ്ഥർ എത്തിക്കൊണ്ടായിരുന്നു ഇന്നലെ പ്രാഥമികമായ ഒരു പരിശോധന നടത്തിയിരുന്നത്. അതിനുശേഷം മണ്ണൊക്കെ നീക്കം ചെയ്യുന്നതിനിടയിൽ തന്നെ ഈ ഭാഗത്ത്, അതായത് ഈ മണ്ണ് ഇടിഞ്ഞു വന്ന ഭാഗത്ത് ബാക്കി കുറച്ച് അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. അത് ഫയർഫോഴ്സിന്റെ വണ്ടി ഉപയോഗിച്ചുകൊണ്ട് വെള്ളമടിച്ച് പൂർണ്ണമായും നീക്കം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നിരുന്നു. അതിനുശേഷമാണ് ഇന്നലെ പൂർണ്ണമായും ഈ റോഡിൽ ബാക്കി ഉണ്ടായിരുന്ന അവശിഷ്ടങ്ങളൊക്കെ തന്നെ നീക്കം ചെയ്തത്. പരിശോധന തുടരുമെന്നാണ് ജില്ലാ കളക്ടർ അറിയിക്കുന്നത്. ജിയോളജിക്കൽ വകുപ്പിന്റെയും മണ്ണ് സംരക്ഷണ വകുപ്പിന്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും വനം വകുപ്പിന്റെയും ഫയർഫോഴ്സിന്റെയും എല്ലാം സംയുക്തമായിക്കൊണ്ടുള്ള ഒരു പരിശോധന ഇന്നും തുടരുക. കൂടുതലായി മണ്ണ് ഇടിയാനുള്ള സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കും. കൂടുതൽ വാഹനങ്ങളൊക്കെ തന്നെ കടന്നു പോകുമ്പോൾ ഇത്തരത്തിലുള്ള അപകട സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ള ഒരു പരിശോധനയൊക്കെ ആയിരിക്കും ഇന്ന് നടക്കുക. നിലവിലെന്തായാലും ചുരം പൂർണ്ണമായും ഗതാഗത യോഗ്യമായിട്ടുണ്ട്. എല്ലാ വാഹനങ്ങളും ഇപ്പോൾ കടന്നു പോകുന്നുണ്ട്. ബസ് സർവീസും ചരക്ക് വാഹനങ്ങളും ഉൾപ്പെടെ ചുരത്തിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ കാര്യം. കഴിഞ്ഞ ദിവസം വൈകിട്ട് 6:45 കൂടിയാണ് ചുരത്തിൽ പൂർണ്ണമായും ഗതാഗതം നിലച്ചുകൊണ്ട് ഇത്തരത്തിൽ മണ്ണും പാറക്കഷ്ണങ്ങളും റോഡിലേക്ക് അടിഞ്ഞത്.